ഒരിക്കലും അഖിലേഷ് യാദവ് സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അദ്ദേഹം സ്വീകരിക്കുന്ന സമീപനം കോൺഗ്രസ് സ്വീകരിക്കാനാവില്ല. ലാലു പ്രസാദ് യാദവോ അല്ലെങ്കിൽ നിതീഷ് കുമാറോ ബീഹാറിൽ എടുക്കുന്ന നിലപാട് കോൺഗ്രസിന് പറ്റില്ല. മമതാ ബാനർജി ബംഗാളിൽ എടുക്കുന്ന നിലപാട് അതേ നിലപാട് കോൺഗ്രസ് എടുക്കാൻ പറ്റില്ല. കോൺഗ്രസ് ഒരു ജെനുവിൻലി പാൻ ഇന്ത്യ പാർട്ടിയാണ്. ഒരു ജെനുവിൻ രീതിയിൽ ബി ജെ പിക്കും കോൺഗ്രസിനും മാത്രമേ ഈ പാൻ ഇന്ത്യ പ്രതിച്ഛായ ഇന്നും അവകാശപ്പെടാനാവൂ. ആം ആദ്മി പാർട്ടി വളരെ ചെറിയൊരു പാർട്ണർ മാത്രമാണ് പാൻ ഇന്ത്യ പ്രതിച്ഛായ ഉണ്ടെന്ന് പറയാനാവില്ല. അങ്ങനെ വരുമ്പോൾ വടക്കേ ഇന്ത്യയിലെ ജനസാമാന്യം, പ്രത്യേകിച്ചും ഹിന്ദി ഹൃദയഭൂമി ഉത്തർപ്രദേശിനെയും ബീഹാറിനെയും ഒഴിച്ചു നിർത്തി മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് മുതലായ പ്രദേശങ്ങളിലെ ആ ഹിന്ദി ബെൽറ്റിൽ മറ്റൊരു നിർണായക സ്വാധീനമില്ല. പ്രത്യേകിച്ചും രാജസ്ഥാനിൽ മുസ്ലിങ്ങൾക്ക് വോട്ട് ചെയ്യാനൊരു വെഹിക്കിളില്ല. മധ്യപ്രദേശിലെ മുസ്ലിങ്ങൾക്ക് അവരുടെ വോട്ട് പ്ലാന്റ് ചെയ്യാനായി ഒരു വെഹിക്കിളില്ല. ഗുജറാത്തിലുമില്ല. അങ്ങനെ വരുമ്പോൾ ആ മുസ്ലിം വോട്ടിൻ്റെ എങ്കിലും കസ്റ്റോഡിയനാകാൻ, പൂർണ്ണമായും കസ്റ്റോഡിയനാകാൻ സ്വാഭാവികമായും കോൺഗ്രസിന് കഴിയണം. ഓർക്കുക അഭിലാഷ്, കോൺഗ്രസ് കഷ്ടപ്പെട്ട് കെട്ടിപ്പടുത്ത 30 വർഷത്തോളമായി ആദ്യത്തെ തെരഞ്ഞെടുപ്പുകളിൽ, അതായത് നെഹ്റുവിയൻ കാലഘട്ടം മുതൽ ഇന്ദിരാഗാന്ധി ആദ്യ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്ന, അവസാന തെരഞ്ഞെടുപ്പിൽ 77 പരാജയപ്പെടുന്നത് വരെയുള്ള ആ 30 വർഷത്തോളം കാലം ആ റെയിൻബോ കോയലീഷൻ കോൺഗ്രസ് ക്രിയേറ്റ് ചെയ്ത ആ ഒരു വിവിധ ജാതികളുടെ, ഹിന്ദു വിഭാഗത്തിലെ വിവിധ ജാതികളുടെയും ന്യൂനപക്ഷങ്ങളുടെയും ദളിതുകളുടെയും ട്രൈബൽസിൻ്റെയും ആദിവാസികളുടെയും എല്ലാം ചേർന്ന ഒരു ഒന്നാന്തരം സോഷ്യൽ കോയലീഷൻ, റെയിൻബോ കോയലീഷൻ, സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ കെട്ടിപ്പടുത്ത ആ കോയലീഷൻ തകർന്നതിൻ്റെ ഗുണഭോക്താക്കൾ ബി ജെ പി മാത്രമല്ല. സോഷ്യലിസ്റ്റ് കക്ഷികളായ സമാജ്വാദി പാർട്ടിയും അതുപോലെ മുലായം സിംഗിൻ്റെ കക്ഷി ലാലു പ്രസാദിൻ്റെ RJD, അതുപോലെ ജനതാദൾ യുണൈറ്റഡ്, ബിജു ജനതാദൾ എന്ന ഒറീസയിലെ കക്ഷി, ഇങ്ങനെയുള്ള ജനതാ പാർട്ടികളെല്ലാം തന്നെ അതിൻ്റെ ബെനിഫിഷ്യറീസ് തന്നെയാണ്. അവരെ കാസ്റ്റിനെ ഒരു വലിയ ഒരു വോട്ട് ബാങ്ക് പോളിറ്റിക്സായി വളർത്തിയെടുത്തു. ഇപ്പോൾ സംഭവിച്ചത് അതാണ്. ആ കാസ്റ്റിൻ്റെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് രാമക്ഷേത്രം എന്ന ഒരൊറ്റ റാലിയിങ് പോയിന്റ് വെച്ചുകൊണ്ട് കാസ്റ്റിനെ അതിലംഘിക്കുന്ന രീതിയിൽ ഈ പറയുന്ന ഹിന്ദുത്വ അല്ലെങ്കിൽ ഹൈന്ദവ വികാരം ഏകീകരിക്കപ്പെട്ടു. അപ്പം പൊളിറ്റിക്കൽ ഹിന്ദുത്വ എന്നതൊരു റിയാലിറ്റിയാണ്. അത് ദക്ഷിണേന്ത്യയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഹിന്ദി ഹൃദയഭൂമിയിൽ ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് രാഷ്ട്രീയം വിശകലനം ചെയ്യാനാവില്ല. ഇത് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ, മധ്യപ്രദേശിലെ കമൽനാഥ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ദേശീയ നേതൃത്വത്തോട് പറയുന്നത് അതാണ്. അതുകൊണ്ടാണ് അത് അത്ര എളുപ്പമല്ല. കോൺഗ്രസിന് ആ തീരുമാനം എടുക്കുന്നത് എളുപ്പമല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്.